രാഷ്ട്രീയ പേരിതാണെന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉണ്ട് അതിൽ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പൊതുവെ അറസ്റ്റ് ചെയ്യുക ഈ രീതിയിലൊന്നല്ല. കാരണം ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ നമ്മുടെ ഇടയിലുള്ള ആളുകളല്ലേ. അവർ നോട്ടീസ് കൊടുത്താൽ അവർ വന്ന് അടങ്ങിക്കോളും. ഇതിലും ഗ്രേവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളും കമ്മിറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പറയുന്നത് പോലെ ചില അറസ്റ്റുകൾ നടന്നിട്ടുള്ളതല്ല, പ്രധാനമായിട്ടും ഈ ഒരു ഷെല്ല് പൊട്ടിയില്ലേ, പിന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ആ ഷെല്ല് പൊട്ടിയത് സത്യത്തിൽ എപ്പോഴും ഈ സമരം നടത്തുമ്പം പാവപ്പെട്ട പ്രവർത്തകരുടെ ഇടയിൽ ആ ഷെല്ല് പൊട്ടുക. ഇത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ വന്ന് ഷെല്ല് പൊട്ടി. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്ന് ഇവർക്ക് പോലും മനസ്സിലായി, നേതാക്കന്മാർക്ക് മനസ്സിലായി. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരൊന്നും അനുഭവിക്കാറില്ലല്ലോ, ഇവർ കാറിലേക്ക് ഇറങ്ങി പോകാറല്ലേ ഉള്ളത്. അതുപോലെ തന്നെ ഒരു സാധാരണ ഇപ്പം നിങ്ങളാണ് ഈ രീതിയിൽ ഒരു പോലീസിനെ വെല്ലുവിളിച്ചതെങ്കിൽ പോലീസ് ഏത് രീതിയിൽ അതിന് ഇടപെടുക? നിങ്ങളെ രാത്രി അയക്ക് രാമനം പൊക്കുമായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അതേ തീവ്രതയിൽ നേതാവിനോട് ഇടപെടുമ്പോൾ ഡെമോക്രസി നന്നായി പുലരുന്നതിൻ്റെ ലക്ഷണമായിട്ട് കൂടി കാണാം. അങ്ങനെ തന്നെ എല്ലാവരോടും കാണിക്കണം, അത്രയേ ഉള്ളൂ. ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന ഭരണകൂട ഭീകരത എന്നല്ല, ഭീകരമായിട്ട് ജനങ്ങളെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അർദ്ധരാത്രി പോയിട്ട് ഉടുമുണ്ടോടെ കൂടി പിടിച്ചുകൊണ്ട് പണ്ട് ജയലളിത ചെയ്തിട്ടില്ല, കരുണാനിധിയെ ഈ ബനിയനും ലുങ്കിയും ഇട്ടുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് ഭരണകൂട ഭീകരത എന്ന് വിളിക്കാൻ പറ്റും. ഇത് ഭരണകൂട ഭീകരത എന്നല്ല, ഇത് നിലവിലുള്ള ചില കൺവെൻഷൻസിനെ ഈ പറയുന്ന LDF ഗവൺമെൻറ് തിരുത്തുന്നു എന്നുള്ളതാണ്. അതായത് നേതാക്കന്മാരാണെങ്കിലും ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ ആക്ഷൻ എടുക്കും, അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. മാത്രമല്ല പലരും കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞിരുന്ന LDF UDF തമ്മിൽ അനുരഞ്ജനമാണ്, ഒത്തുകളിയാന്നൊക്കെ. ഇനി അത് അങ്ങനെ അല്ല, ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള മെസ്സേജാണ്. അത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു മാറ്റത്തെയാണ് കുറിക്കുന്നത്. ഇനി അങ്ങോട്ട് കോംപ്രമൈസുകളില്ല. ഇനി UDF അധികാരത്തിൽ വന്നാൽ ഈ രീതിയിൽ തന്നെ ആയിരിക്കും അവർ പ്രതികരിക്കാൻ പോകുന്നത്. എത്ര വലിയ നേതാവിനാണ് രാജകീയ രാമാനും പിടിച്ച് അറസ്റ്റ് ചെയ്യും. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു LDF നേതാവിനെ അറസ്റ്റ്, എസ്പെഷ്യലി CPM നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോയാൽ അതിനെ തടയാനുള്ള അതിശക്തമായിട്ടുള്ളൊരു മൊബിലൈസേഷൻ നടത്താൻ CPM പറ്റും ഓൾ കേരള അടിസ്ഥാനത്തിൽ. അത്രത്തോളം കോൺഗ്രസ്സിന് പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്ക് അത്രത്തോളം പറ്റില്ല എന്നുള്ളതാണ്. അതിനവർ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കുറച്ചൊരു ശക്തിപ്പെടുത്താൻ ഈ ഒരു ഇത്തരം സംഭവ വികാസങ്ങൾ അവർക്ക് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരട്ടത്താപ്പാണെന്ന് ചോദിച്ചാൽ മുമ്പ് പോലീസിൽ ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. അതായത് നേതാക്കന്മാർക്കെതിരെ ഒരു രീതിയിലും പാവപ്പെട്ട അണികൾക്ക് എതിരെ വേറെ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത്, സാധാരണക്കാരനെതിരെ വേറെ ഒരു രീതിയിൽ, രാഷ്ട്രീയക്കാർക്കെതിരെ വേറെ രീതിയിൽ പ്രതികരിക്കുക. രാഷ്ട്രീയക്കാരുടെ സൗമ്യമായിട്ടായിരിക്കും, സാധാരണക്കാരനോട് വളരെ ഹാർഷായിട്ടായിരിക്കും. അത് മാറിയിട്ട് രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരനെ ഒരേപോലെ കാണുന്നു എന്നുള്ളതും പിന്നെ നേതാക്കന്മാരെ അണികളെ ഒരേപോലെ കാണുന്നു എന്നുള്ളതും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്നു നല്ല കാര്യം. അതൊക്കെ ജനാധിപത്യം പുലരുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ DYFIൻ്റെ SFI നേതാക്കന്മാർക്കെതിരാണെങ്കിൽ ഇത്തരം നടപടി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ജനാധിപത്യം എന്ന് അബ്സല്യൂട്ടായിട്ടൊന്നും പുലരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. LDFൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPM പോഷക സംഘടനകളാണ് DYFI SFI. അപ്പോൾ അവർക്കെതിരെ അത്ര ശക്തമായ നടപടി ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൻ്റെ നിങ്ങളത് ഒരു മലപ്പട്ടിക്കാരൻ്റെ സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാവിലായിക്കാരനായിരിക്കും. അല്ല, പോലീസ് എന്ത് ചെയ്യാനാ? നിങ്ങൾ മുഖ്യമന്ത്രിയെ തടയാൻ വന്നാൽ അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമല്ല. അതല്ലേ പോലീസ് ചെയ്യുന്നുള്ളൂ. നവകേരള സദസ്സിനിടെ നമ്മൾ കണ്ട അതിനിടയ്ക്ക് DYFIക്കാർ ഈ ചാർജ് ഏറ്റെടുത്തു എന്നുള്ളത്. അതിന് മുഖ്യമന്ത്രിയെ മറ്റും സംരക്ഷിക്കാനുള്ള അതിനുള്ള റൈറ്റ് പോലീസിനുണ്ട്, അതിനുള്ള ചുമതല പോലീസിനുണ്ട്. അതവർ നന്നായി ചെയ്യുന്നുണ്ട്. അതായത് പാർട്ടി സെക്രട്ടറി അല്ലല്ലോ നവകേരള യാത്ര നടത്തിയത്. അപ്പോൾ അവിടെ പോലീസ് ചെയ്യേണ്ടത് എന്താണെന്നാണ്. അത് കുറച്ച് ചില സ്ഥലത്ത് കൂടിപ്പോയോ എന്നൊക്കെ ഉള്ളത് വേറെ ചോദ്യം. പക്ഷേ DYFIക്കാർ വന്നിട്ട് അതിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇടപെട്ടു എന്നുള്ളത് അത്ര നല്ലൊരു സൂചന അല്ല. ഇത് മറ്റു പലരും നാളെ RSS തന്നെ BJPക്കാരനെ ചെയ്താൽ ഇത് കൈവിട്ടു. അതാണ് പ്രശ്നം. രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യും. രാഹുൽ എന്നൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്, രാഹുൽ ഈ ചാനൽ ചർച്ചയിൽ വന്ന ആളാണെന്ന് പരിപാടിയല്ലേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മൾ അധികം ഒന്നും കണ്ടില്ല. അങ്ങനെ വെച്ചാൽ അവൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അവന് ഇഷ്ടമാണ്. ചാനൽ ചർച്ച നന്നായി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പം രാഹുൽ ഒരു ജനനായകൻ എന്നൊക്കെ രീതിയിൽ പിണറായി വിജയനെ പോലെ ഉയരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നലെ മൊത്തം ചർച്ച രാഹുലായിരുന്നു, രാഹുലിൻ്റെ അമ്മയുടെ ബൈറ്റ്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ രാഹുലിന് കൂടുതൽ ശ്രോതാക്കളെ കിട്ടും, രാഹുലിന് അനുകൂലമായിട്ടൊരു സഹതാപം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആറന്മുളയിൽ അടുത്താണ് ചിലപ്പോൾ രാഹുൽ ജയിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്.